നമ്മുടെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നോക്കുന്നുണ്ടോ, വീഡിയോ കാണുന്നുണ്ടോ, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഞാൻ ക്ലാസ് തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അതിൻ്റെ ഗ്രാഫും വരയ്ക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത് ഒരു പുതിയ നിയമമുണ്ട് ഇതിനകത്ത്. കോളറാഷ്യസ് ലോ എന്ന് പറയും. കോളറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ആ നിയമം മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ നേർത്ത ഒരു ലൈനിൽ ആ ലൈനിയുടെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് അതിനകത്തെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും മോളാർ കണ്ടക്റ്റൻസിൻ്റെ സമ്മാണ്, ആകത്തുകയാണ്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം: അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ when the dissociation is complete, the molar conductance of an electrolyte is equal to the sum of the molar conductance of its cations and anions. നമുക്ക് പറയാം, at infinite dilution the molar conductance of an electrolyte is equal to the sum of the molar conductance of its cations and anions. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ, സോഡിയം ക്ലോറൈഡിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ഡൈലൂഷനിലെ സോഡിയം ക്ലോറൈഡിൻ്റെ മോളാർ കണ്ടക്റ്റൻസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ലാംഡ ഇൻഫിനിറ്റി മോളാർ, ലാംഡ ഇൻഫിനിറ്റി എം എന്ന് എഴുതും. അപ്പം ലാംഡ ഇൻഫിനിറ്റി എം സോഡിയം ക്ലോറൈഡ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി എം എൻ എ പ്ലസ് ലാംഡ ഇൻഫിനിറ്റി എം സി എൽ മൈനസ്. അപ്പം ലാംഡ ഇൻഫിനിറ്റി എം എൻ എ സി എൽ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി എം എൻ എ പ്ലസ് ലാംഡ ഇൻഫിനിറ്റി എം സി എൽ മൈനസ്. അപ്പം ഈ ഒരു നിയമത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ യൂസ് ഓർ മെറിറ്റ് ഓഫ് ദിസ് ലോ എന്ന് ചോദിച്ചാൽ, വീക്ക് ഇലക്ട്രോലൈറ്റുകളെ കുറിച്ച് നമുക്കറിയാം. ദേ അണ്ടർഗോ ഓൺലി പാർഷ്യൽ ഡിസോസിയേഷൻ ഈവൻ ഇൻ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ. എ weak electrolyte only undergoes a partial dissociation. From even in infinite dilution, they never undergo 100% dissociation. So, what will be their molar conductance at infinite dilution if they undergo 100% dissociation? That cannot be obtained in a direct manner because they never undergo dissociation 100% even in infinite dilution. അപ്പോൾ അവരൊരിക്കലും 100% ഡിസോസിയേഷന് വിധേയമാകുന്നില്ല, എത്ര നേർത്ത ലൈനിലാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവരുടെ അങ്ങനെ ഒരു കേസ് ഉണ്ടായ 100% അവർ ഡിസോസിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും അവരുടെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ we can use this Kohlrausch's law. For example, acetic acid ഒരു വീക്ക് ആസിഡാണ്, വീക്ക് ഇലക്ട്രോലൈറ്റാണ്. അതിൻ്റെ ഇൻഫൈനൈറ്റ് ഡൈലൂഷനിലെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ ഇൻഫിനിറ്റി മോളാർ അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ പറയുകയാണ്, ലാംഡ ഇൻഫിനിറ്റി മോളാർ അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ ഹൈഡ്രജൻ അയോൺസ്, ലാംഡ ഇൻഫിനിറ്റി മോളാർ ഹൈഡ്രജൻ അയോൺസ് പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ
അസറ്റേറ്റ് അയോൺസ്. ലാംഡ ഇൻഫിനിറ്റി മോളാർ അസറ്റേറ്റ് അയോൺസ്. അപ്പോൾ ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COOH ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ H പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COO മൈനസ്. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? CH3COOH റിവേഴ്സിബിൾ ആരോ CH3COO മൈനസ്, അതാണ് അസറ്റേറ്റ് അയോൺ എന്ന് പറഞ്ഞത്, പ്ലസ് H+ ഹൈഡ്രജൻ അയോണുകൾ. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം നമ്മൾ പറഞ്ഞു നെവർ അണ്ടർഗോ 100% ഡിസോസിയേഷൻ. അപ്പോൾ അതിന് വി ക്യാൻ ടേക്ക് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് വിച്ച് വിൽ അണ്ടർഗോ 100% ഡിസോസിയേഷൻ. നമുക്ക് 100% ഡിസോസിയേഷൻ വിധേയമാകുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് എടുക്കാം. 1 electrolyte is sodium chloride itself. Second is sodium acetate, CH3COONA. CH3COONA. First one is sodium chloride NaCl. Second is sodium acetate, CH3COONA. And the third one is hydrochloric acid, HCl. The third one is hydrochloric acid, HCl. അപ്പോൾ നമുക്ക് ഇവർ സ്ട്രോങ് ആയതുകൊണ്ട് ഇവരുടെ ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനിലെ മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കോളർ-രാഷോസ് ലോ പ്രകാരം നമുക്ക് 3 ഇക്വേഷൻ കിട്ടും ഈ 3 പേരുടെയും. സോഡിയം ക്ലോറൈഡിൻ്റെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ലാംഡ ഇൻഫിനിറ്റി മോളാർ NaCl ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ Na പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ Cl മൈനസ്. അത് ഇക്വേഷൻ 1. രണ്ടാമത്തേത് സോഡിയം അസറ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. CH3COONA ആണ് സോഡിയം അസറ്റേറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനിലെ കോളർ-രാഷോസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COONA, ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COONA ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COO മൈനസ് പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ Na പ്ലസ്. അപ്പോൾ ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COONA ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ CH3COO മൈനസ് പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ Na പ്ലസ്. രണ്ടാമത്തെ ഇക്വേഷൻ അതാണ്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ HClൻ്റെ ലാംഡ ഇൻഫിനിറ്റി മോളാർ HCl ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ H പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ Cl മൈനസ്. ലാംഡ ഇൻഫിനിറ്റി മോളാർ HCl ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി മോളാർ H പ്ലസ് ലാംഡ ഇൻഫിനിറ്റി മോളാർ Cl മൈനസ്. അപ്പോൾ ലാംഡ ഇൻഫിനിറ്റി മോളാർ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ലാംഡയുടെ ചിഹ്നം നമുക്കറിയാം, ലാംഡ എഴുതുന്നത് സിമ്പിൾ അറിയാം. ഇൻഫിനിറ്റി അതിൻ്റെ മുകൾ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻഫിനിറ്റി ആൽഫ എന്നുള്ള രീതിയിൽ ഇൻഫിനിറ്റി. മോളാറിന് അതിൻ്റെ റൈറ്റ് സൈഡ് ബോട്ടത്തിൽ സ്മോൾ ലെറ്റർ M എഴുതും. അപ്പോൾ ലാംഡ ഇൻഫിനിറ്റി മോളാർ ഷോർട്ട് ഫോമാണത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കിട്ടിയാൽ ഈ 3 ഇക്വേഷനെയും കൂടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വിധേയമാകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് അസറ്റിക് ആസിഡ് അല്ലേ? അസറ്റിക് ആസിഡിൻ്റെ ഏതാണ്? CH3COOH എന്ന് പറയുമ്പോൾ CH3COO പ്ലസ് H പ്ലസ്. അത് രണ്ടും പറഞ്ഞു. നമ്മൾ എഴുതിയ ഇക്വേഷനകത്ത് ഇത് രണ്ടുമുള്ള ഇതിനകത്താണ് സോഡിയം അസറ്റേറ്റിൻ്റേതും പിന്നെ ഇതിനകത്താണുള്ളത് H പ്ലസിൻ്റെ ഇതിനകത്തും ഉള്ളത്. H പ്ലസിൻ്റെ ഇതിനകത്തും ആണുള്ളത്. അപ്പം നമുക്ക് ഇക്വേഷൻസ് ഏതിൻ്റെയൊക്കെ കൂട്ടണം? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലാംഡ ഇൻഫിനിറ്റി മോളാർ ഇന്ന് നമ്മൾ എഴുതിയ ഇക്വേഷനും അതേപോലെ തന്നെ സോഡിയം അസറ്റേറ്റിന് നമ്മൾ ലാംഡ ഇൻഫിനിറ്റി മോളാറിനും എഴുതിയ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമതും മൂന്നാമതും എഴുതിയ ഇക്വേഷൻസ് അത് ആഡ് ചെയ്യുക. അതിനുശേഷം ആ ആഡ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ നമ്മുടെ സോഡിയം ക്ലോറൈഡിന് എഴുതിയ ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്യുക, മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ചില ടൈമുകളൊക്കെ സ്കോർ ചെയ്ത് ക്യാൻസലായി പോയിട്ട്
നമുക്ക് വേണ്ട ഇക്വേഷൻ എന്നുവെച്ചാൽ അസറ്റിക് ആസിഡിന് നമ്മൾക്ക് എന്ത് ഇക്വേഷനാണോ വേണ്ടത് ആ ഇക്വേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് കോളറേഷസ് ലോയുടെ ഒരു യൂസാണ്, അതിൻ്റെ ഒരു മെറിറ്റാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി സെല്ലുകൾ, സെക്കൻഡറി സെല്ലുകൾ എന്താണ്? പ്രൈമറി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എ സെൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ് ആൻഡ് ത്രോ ഇറ്റ് അവേ ഫോർ ആഫ്റ്റർ ദ യൂസ്. A cell which can be used only for once and can be thrown away after the use. It cannot be reused. It cannot be reused or recharged. അതിനെ വീണ്ടും റീചാർജ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റത്തില്ല. The reaction in that cell occur only once. ആ സെല്ലിലെ റിയാക്ഷൻ ഒരിക്കൽ മാത്രമേ നടക്കത്തുള്ളൂ. occur only once. It cannot be reversed. The reaction cannot be reversed. The reaction cannot be reversed. ഇതൊക്കെയാണ് പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? The cell which can be used only once. The cell in which the reaction occur only once. The cell in which the reaction cannot be reversed. അതുകൊണ്ട് അതിനെ ഇറിവേഴ്സിബിൾ സെല്ലുകളെന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മെർക്കുറി സെൽ, വാച്ചസിലെ കാൽക്കുലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന മെർക്കുറി സെൽ. അതേപോലെ നമ്മുടെ ഡ്രൈ സെൽ, ടോർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ സെൽ, അതൊക്കെ പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ്. അപ്പോൾ സെക്കൻഡറി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ് ടൈം. ദേ ക്യാൻ ബി റീചാർജ്ഡ്. Secondary cells can be used for a long time. They can be recharged. They can be reused. Means അതിൻ്റെ അർത്ഥം എന്താണ്? The reaction in such cells can be reversed. The reaction in such cells can be reversed. So they are called reversible cells. They are called reversible cells. Secondary cells are cells which can be used for a long time. They can be reused. The reaction in such cells can be reversed. അതിന് എക്സാമ്പിളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിച്ച് നമ്മൾ വാഹനങ്ങളിലും ഇൻവെർട്ടറുകളിലും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPS അതിനകത്തുമൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതേപോലെ നിക്കൽ കാഡ്മിയം സെൽ, നിക്കൽ കാഡ്മിയം സെൽ മറ്റൊരു എക്സാമ്പിളാണ്. ഇത് സെക്കൻഡറി സെല്ലുകളാണ്. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂവൽ സെല്ലുകൾ എന്ന് പറയും. ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസ്. അപ്പോൾ ഈ ഫ്യൂവൽ സെല്ലുകൾ എന്ന് വെച്ചാൽ ദേ ആർ സെൽസ് വിച്ച് കൺവേർട്ട് chemical energy into electrical energy. They are cells which convert chemical energy into electrical energy. That is the potential energy stored in chemicals. The potential energy stored in chemicals are converted into electrical energy. So fuel cells are cells which convert the potential energy stored in chemicals into electrical energy. They are called fuel cells. ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അതിനകത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ പ്രവർത്തിച്ച് വാട്ടർ ഉണ്ടാകുന്നു. Hydrogen combines with oxygen giving water is the overall reaction in the fuel cell, namely hydrogen oxygen fuel cell. എന്താണ് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ പ്രവർത്തനം? അതെങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കുക, ഞാൻ വിശദീകരിക്കാം. The cell
കണ്ടെയ്ൻസ് 3 കമ്പാർട്ട്മെൻറ്റ്സ്. സെല്ലിന് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ചിത്രത്തിൽ കാണാൻ സാധിക്കും. ലെഫ്റ്റും റൈറ്റും. There is a middle compartment. So the cell contains 3 compartments which are separated each other by 2 porous graphite electrodes. 2 porous graphite ഇലക്ട്രോഡുകളാൽ സെപ്പറേറ്റ് ചെയ്ത 3 കമ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ ഫ്യൂവൽ സെല്ലിൽ ഉണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഉണ്ട്. Through one side or through one compartment, hydrogen gas is fed into the cell. Through the other side, oxygen gas is fed into the cell. ഒരു സൈഡിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് കയറ്റുന്നു, മറ്റൊരു സൈഡിലൂടെ ഓക്സിജൻ ഗ്യാസും കയറ്റുന്നു. The central part is filled with an alkaline solution. An alkaline solution, a dilute solution of sodium hydroxide. A dilute solution of an alkali is filled in the middle compartment. And what happens? Through the porous electrode under high pressure, നമ്മൾ ഹൈ പ്രഷറിലാണ് ഈ വാതകങ്ങൾ രണ്ടും സൈഡിലൂടെ അകത്തേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ അണ്ടർ ഹൈ പ്രഷർ the hydrogen and oxygen passes through the porous graphite electrodes. ഹൈഡ്രജനും ഓക്സിജനും പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിലൂടെ കടന്ന് ഇൻ ദ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിൽ വന്ന് ദ കമ്പൈൻസ് ഈച്ച് അതർ ടു ഫോം വാട്ടർ. അവർ പരസ്പരം പ്രവർത്തിച്ച് വാട്ടർ ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനകത്തെ ആനോഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ, ആനോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഹൈഡ്രോക്സിൽ അയോണുകളുമായി ചേർന്നിട്ട് ഇലക്ട്രോണും വാട്ടറും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹൈഡ്രജൻ ഹൈഡ്രോക്സിൽ അയോണുകളുമായിട്ട് ചേർന്നിട്ട് ഇലക്ട്രോണുകളും വാട്ടറും ഉണ്ടാകുന്നു. അതാണ് ആനോഡ് റിയാക്ഷൻ. അത് നമുക്ക് ഇക്വേഷനിലൂടെ എഴുതിയാൽ 2H2 + 4OH arrow mark 4H2O + 4 electron 2H2 + 4OH minus arrow mark 4H2O + 4 electron. That is the anode reaction or where the oxidation occur. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ അവിടെ നടക്കുന്നു. പ്രോഡക്റ്റ് സൈഡിൽ ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നു. ഇനി കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ കാഥോഡ് റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ്, അവിടെ ഉണ്ടായ 4 ഇലക്ട്രോൺസ് കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ഇൻ അക്വസ് സൊല്യൂഷൻ. വാട്ടർ അവിടെ ഉണ്ടല്ലോ, കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ഇൻ അക്വസ് സൊല്യൂഷൻ. സോ പ്ലസ് H2O ഗിവിങ് ഹൈഡ്രോക്സിൽ അയോൺസ്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷനിലൂടെ എഴുതിയാൽ 4E മൈനസ് എന്ന് വെച്ചാൽ 4 ഇലക്ട്രോൺസ് പ്ലസ് എന്താണ് സംഭവിക്കുന്നത്? O2 ഓക്സിജൻ. ഞാൻ പറഞ്ഞത് ആദ്യം ഹൈഡ്രജൻ എന്നാണ് തോന്നുന്നത്. 4 ഇലക്ട്രോൺ പ്ലസ് H2 പ്ലസ് 2H2O arrow mark 4OH മൈനസ്. അപ്പോൾ ആനോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ എന്തായിരുന്നു? 2H2 + 4OH മൈനസ് arrow mark 4H2O + 4 ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺ, അതായത് 4E മൈനസ് പ്ലസ് O2 പ്ലസ് 2H2O arrow mark 4OH മൈനസ്. ഇക്വേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എന്തെങ്കിലും ആ ഇക്വേഷനിലേക്ക് നോക്കാം നമുക്ക്. അപ്പോൾ അത് പഠിച്ചിരിക്കണം ഇക്വേഷൻ. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്
2H2 plus O2 giving 2H2. 2H2 plus O2 giving 2H2. This is the equation. അപ്പോൾ ഇതിൻ്റെ ഫിഗറും ഇതിൻ്റെ വിശദീകരണവും നമ്മൾ അറിഞ്ഞിരിക്കണം. പാർട്സൊക്കെ ലേബൽ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് ഫ്യൂവൽ സെൽ? എന്താണ് ഫ്യൂവൽ സെല്ലിൻ്റെ മെറിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂവൽ സെൽസ് ആർ highly efficient. They are very efficient than any other cell because we can produce large bulk amount of electric current, bulk voltage. നമുക്ക് ധാരാളം വോൾട്ടേജ് ഉണ്ടാക്കുവാനായിട്ട് നിയർലി 50,000 വോൾട്ട് ക്യാൻ ബി വിഡ്രോൺ ഫ്രം ഫ്യൂവൽ സെൽ. അപ്പം ദേ ഹാവ് ഹൈ എഫിഷ്യൻസി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ വെരി ചീപ്പർ. ഇറ്റ് ഈസ് വെരി ഈസി ടു കൺസ്ട്രക്ട്. ദേ ആർ വെരി cheaper. It is very easy to construct. ഫ്യൂവൽ സെല്ലിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദേ ആർ പൊല്യൂഷൻ ഫ്രീ. ദേ ആർ പൊല്യൂഷൻ ഫ്രീ. പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നില്ല. ഹൈഡ്രജനും ഓക്സിജനും പോലെ ഉള്ള ഫ്യൂവൽ സെല്ലിൽ പ്രവർത്തിച്ചിട്ട് വാട്ടർ ഉണ്ടായാൽ എന്ത് പൊല്യൂഷൻ ഉണ്ടാകും? ദേ ആർ പൊല്യൂഷൻ ഫ്രീ ആൻഡ് ദേ ഹാവ് എ ലോങ് ലൈഫ് ടൈം. ദേ ഹാവ് എ ലോങ് ലൈഫ് ടൈം. ഒരിക്കലും നമുക്കവരെ യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ എടുത്ത് കളയേണ്ടി വരുന്നില്ല. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഒക്കെ തന്നെ കുറേ കാലം കഴിയുമ്പോൾ എടുത്ത് കളയേണ്ടി വരും. ഇവിടെ അങ്ങനെ ഉപയോഗശൂന്യമായി കളയേണ്ട ആവശ്യകത വരുന്നില്ല. എന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് വി സപ്ലൈ ദ ഫ്യൂവൽ വി ക്യാൻ വിഡ്രോ ഇലക്ട്രിക് കറണ്ട് ഫ്രം ദ ഫ്യൂവൽ സെൽ. ആസ് ലോങ് ആസ് വി സപ്ലൈ ഫ്യൂവൽ വി ക്യാൻ വിഡ്രോ ഇലക്ട്രിക് കറണ്ട് ഫ്രം ദ ഫ്യൂവൽ സെൽ. അപ്പം അതിൻ്റെ മെറിറ്റ്സ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഫ്യൂവൽ സെൽ എന്ന് ചോദിച്ചാൽ ദേ ആർ വെരി എഫിഷ്യൻറ്റ്, ദേ ഹാവ് എ ലോങ് ലൈഫ് സ്പാൻ, ദേ ആർ പൊല്യൂഷൻ ഫ്രീ. പിന്നെന്താണ് പറഞ്ഞത്? ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ വെരി ലോങ് ടൈം. വി ക്യാൻ മേക്ക് വെരി ലാർജ് ഔട്ട്പുട്ട് ഫ്രം ഫ്യൂവൽ സെൽസ്. ഇതൊക്കെയാണ് ഫ്യൂവൽ സെൽസിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും ഒരു പോയിൻ്റ് ഉണ്ട്, കൊറോഷൻ എന്ന് പറയും. കൊറോഷൻ, ലോഹനാശനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഹങ്ങൾ നശിക്കുന്ന മെത്തേഡ്. എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് ഓടിക്കുന്നു. അതേപോലെ തന്നെ ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ, ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ. ക്ലാവ് എന്ന് നമ്മൾ പറയും. ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നു, ഗ്രീൻ കോട്ടിംഗ് ഓവർ കോപ്പർ. ടാർണിഷിംഗ് ഓഫ് സിൽവർ, വെള്ളി ആഭരണങ്ങൾ കറുത്തു പോകുന്നു, ടാർണിഷിംഗ് ഓഫ് സിൽവർ. ഇതൊക്കെ കൊറോഷൻ എക്സാമ്പിളാണ്. അപ്പം മെറ്റൽസ് ഏതെങ്കിലും രീതിയിൽ നശിക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ പറയുന്നവരാണ് കൊറോഷൻ എന്ന് പറയും. ലോഹനാശനം, ലോഹങ്ങൾ നശിക്കുന്ന പ്രക്രിയ. അപ്പോൾ കൊറോഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഡീക്കേ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ്. ഇറ്റ് ഈസ് ദ ഡീക്കേ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ്. Corrosion is the decay or destruction of metals. Example, tarnishing of silver, green coatings over copper and bronze, rusting of iron. These are examples. ഇനി ഈ കൊറോഷൻ നമുക്ക് എപ്രകാരം തടയാൻ പറ്റും? വാട്ട് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ? 4 മെത്തേഡുകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. One is called barrier protection. One is called barrier protection. ബാരിയർ കൊണ്ടതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ലോഹത്തിന്. അതിന് എക്സാമ്പിളാണ് ഗ്രീസിങ് ആൻഡ് പെയിൻറ്റിങ്. നമ്മൾ പ്രൈമർ അടിക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു, ഗ്രീസ് അടിക്കുന്നു മെറ്റലിലൊക്കെ. ദറ്റ് ഈസ് കോൾഡ് ബാരിയർ പ്രൊട്ടക്ഷൻ. സെക്കൻഡ് ഈസ് കോൾഡ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സെക്കൻഡ് മെത്തേഡ് ഈസ് കോൾഡ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. വൺ മെറ്റൽ സാക്രിഫൈസ് ഫോർ ദ അതർ. ഒരു മെറ്റൽ സാക്രിഫൈസ് ചെയ്യുന്നു മറ്റൊരു മെറ്റലിന് വേണ്ടി. അപ്പോൾ അവിടെ നമ്മൾ മെറ്റൽ കവറിംഗ് ആണ്. നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തില്ലേ, അതുപോലെ സിൽവർ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യും, സ്റ്റീൽ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ പ്ലേറ്റിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് എ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ മെത്തേഡ്. വൺ മെറ്റൽ ഈസ് കവേർഡ് ബൈ, കോട്ടഡ് ബൈ അനദർ മെറ്റൽ. One metal is covered or coated by another metal. That is called sacrificial protection. The third method, മൂന്നാമത്തെ മെത്തേഡ്, that is called cathodic protection.
കാഥോഡിക് പ്രൊട്ടക്ഷൻ, കാഥോഡിക സംരക്ഷണം എന്ന് പറയും. ഹിയർ ദ മെറ്റൽ ടു ബി പ്രൊട്ടക്റ്റഡ് ഈസ് കണക്റ്റഡ് ടു അനദർ മെറ്റൽ വിത്ത് എ വയർ. ദ മെറ്റൽ ടു ബി പ്രൊട്ടക്റ്റഡ് ഈസ് കണക്റ്റഡ് വിത്ത് എ വയർ ടു അനദർ മെറ്റൽ. ഇവിടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ, സംരക്ഷിക്കേണ്ട മെറ്റലിനെ ഒരു വയറിലൂടെ മറ്റൊരു മെറ്റലുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ മറ്റൊരു മെറ്റലുമായിട്ട് കണക്ട് ചെയ്താലുള്ള പ്രത്യേകത എന്താണ്? ദാറ്റ് മെറ്റൽ ഹാവിങ് ഹയർ റിയാക്ടിവിറ്റി. ആക്ടിവിറ്റി സീരീസിൽ ആക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും നമ്മൾ രണ്ടാമതെടുക്കുന്ന ലോഹം. അതുകൊണ്ട് ആ ലോഹം ആരായിട്ട് വർക്ക് ചെയ്യും? ആനോഡായിട്ട് വർക്ക് ചെയ്തോളും. ഇലക്ട്രോണുകളെ കൊടുക്കുന്ന പ്രക്രിയയിൽ ആനോഡായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ ആരാക്കി നമ്മൾ മാറ്റി? ക്യാഥോഡാക്കി മാറ്റി. അങ്ങനെ ക്യാഥോഡാക്കി മാറ്റി അതിനെ സംരക്ഷിക്കുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് അതിന് ക്യാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ദ മെറ്റൽ ടു ബി പ്രൊട്ടക്റ്റഡ് ഈസ് മെയ്ഡ് ക്യാഥോഡ് ബൈ കണക്റ്റിംഗ് ഇറ്റ് വിത്ത് അനദർ മെറ്റൽ which act as anode through a wire. The metal to be protected is kept as cathode by connecting it with another metal which act as anode, that is which is having higher reactivity through a wire. This is called cathodic protection. The last method is called use of anti-rust solutions. Use of anti-rust solutions. തുരുമ്പ് പിടിക്കാത്ത, ലോഹത്തിനെ നശിപ്പിക്കാത്ത ഏതെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ച് കോട്ട് ചെയ്യുക. സാധാരണ നമ്മളത് റേഡിയേറ്ററിൻ്റെയൊക്കെ ഉൾവശമാണ്. മറ്റ് മെത്തേഡുകളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ മറ്റ് മെത്തേഡൊന്നും അപ്ലിക്കബിൾ അല്ലാതെ വരുമ്പോൾ ആൻറ്റി റസ്റ്റ് സൊല്യൂഷനുകളായ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ക്രോമേറ്റ് സൊല്യൂഷനുകൾ കൊണ്ട് നമ്മൾ ആ മെറ്റലിനെ ട്രീറ്റ് ചെയ്യും. ദ മെറ്റൽ ഈസ് ട്രീറ്റഡ് വിത്ത് ഫോസ്ഫേറ്റ് ഓർ ക്രോമേറ്റ് സൊല്യൂഷൻ സോ ദാറ്റ് ദ മെറ്റൽ ഫോസ്ഫേറ്റ്, മെറ്റൽ ആ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ക്രോമേറ്റ് സൊല്യൂഷനുമായിട്ട് പ്രവർത്തിച്ചിട്ട് മെറ്റലിൻ്റെ ഫോസ്ഫേറ്റോ മെറ്റലിൻ്റെ ക്രോമേറ്റോ ആയിട്ടുള്ളൊരു കോട്ടിങ് ഉണ്ടാകുന്നു. വിച്ച് വിൽ പ്രിവെൻറ്റ് കൊറോഷൻ. അത് കൊറോഷൻ തടയും. യൂഷ്വലി യൂസ്ഡ് ഇൻ കേസ് ഓഫ് റേഡിയേറ്റർ, ഇന്നർ പാർട്ട് ഓഫ് റേഡിയേറ്റർ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 4 മെത്തേഡുകൾ. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ദ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി, നമസ്കാരം.